മഴപ്പാടത്ത് തേൻ കുളിർ പെയ്യുമ്പോൾ മണിച്ചെഞ്ചുണ്ടിൽ ഒരു മലർത്തളിര്. ഓ മഴപ്പാടത്ത് വൈദ്യരുടെ കാലശേഷം അദ്ദേഹത്തിന്റെ പിൻതലമുറക്കാർ ക്ഷേത്രാചാരങ്ങളും ചികിത്സാരീതികളും തുടർന്നു പോന്നു. ഗുരുവും അമ്മയും വാഴുന്നതാകയാൽ ഈ സ്ഥലം ഗുരു അമ്മൻവിള എന്നറിയപ്പെടാൻ തുടങ്ങി. കാലപ്രവാഹത്തിന്റെ വാമൊഴിയാൽ ഗുരു അമ്മൻവിള ലോപിച്ച് കുര്യൻവിളയായി. പിന്നെയും ദിനരാത്രങ്ങളുടെ കൊഴിഞ്ഞുപോകൽ. കാലം കോറിയിട്ട യാത്രയിൽ ഇവിടത്തെ ആചാര അനുഷ്ഠാനങ്ങൾ മൂടപ്പെട്ടു. ചികിത്സയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച തലമുറ ഈ മഹാക്ഷേത്രത്തെ അവഗണനയുടെ പിന്നാമ്പുറത്ത് ബന്ധിച്ചു. ഒടുവിൽ അമ്മേ, മഹാമായേ, എങ്ങനെ ഉണ്ടായിരുന്ന ക്ഷേത്രമായിരുന്നു. ഇപ്പൊ ആരും തിരിഞ്ഞു നോക്കാനില്ലാതെ അനാഥമായി. വൈദ്യന്റെ കാലത്തോടെ സർവ്വതും അസ്തമിച്ചില്ലേ? എന്നാലും ഞാൻ ഇവിടെ വരും. അമ്മ എന്താ പതിവില്ലാതെ? ഈ ക്ഷേത്രം ഇങ്ങനെ കാട് പിടിച്ചു കിടക്കുമ്പോ ഇവിടെ ആകെ ഒന്ന് വൃത്തിയാക്കണം. കൊച്ചു വൈദ്യൻ അതൊന്നും ഇഷ്ടമാകില്ല. അതുകൊണ്ടല്ലേ ഈ ക്ഷേത്രം ഇങ്ങനെ. വൈദ്യന്റെ മരണവും വെളുത്തേടന്റെ കള്ളക്കഥകളും കൂടി ആയപ്പോ ഈ ക്ഷേത്രത്തെ സകലരും വെറുത്തു. അതൊന്നും ഇനി അന്വേഷിക്കണ്ട. നിന്റെ അച്ഛനും ഈ ക്ഷേത്രത്തിനു വേണ്ടി കുറെ കഷ്ടപ്പെട്ടതല്ലേ. ക്ഷേത്രം നശിച്ചു കിടന്ന നാടിന് ഐശ്വര്യം ഉണ്ടാവില്ല. ചെന്ന് ആ കാടൊക്കെ പൊഴുതേ. ഓ പങ്ക, ഓ നന്ദനെ കുറിച്ച് എന്തെങ്കിലും? ഒന്നും അറിയില്ല. മരിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വരുമായിരുന്നല്ലോ. കൊച്ചുവൈദ്യരെ, ഈ കാടും പടർപ്പുമൊക്കെ വെട്ടിമാറ്റി ഞങ്ങളൊരു അന്തിത്തിരി കൊളുത്തിക്കോട്ടെ. വർഷങ്ങൾക്ക് ശേഷം എന്താ പതിവില്ലാതെ? നിങ്ങൾക്ക് തോന്നിയില്ലല്ലോ? അല്പം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ക്ഷേത്രം ഇങ്ങനെ തിരികൊളുത്താതെ, മന്ത്രോച്ചാരണങ്ങളില്ലാതെ. അതിനൊക്കെ പരിഹാരം തേടിയാ ഞാൻ പോയത്. എല്ലാത്തിനും വഴി കാണുകയും ചെയ്തു. എന്തു വഴി? ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന പരദേവതാ വിഗ്രഹങ്ങളെ അയൽദേശത്തെ പ്രമാണിമാർ ഏറ്റുവാങ്ങാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് എപ്പോ ചോദിച്ചാലും വിഗ്രഹങ്ങൾ തിരികെ നൽകണമെന്ന ഉറപ്പിന്മേൽ വിഗ്രഹങ്ങൾ അവർക്ക് കൈമാറുന്നു. ദൈവശാപം ഉണ്ടാകുന്ന പ്രവൃത്തി ചെയ്യല്ലേ കൊച്ചുവൈദ്യരെ. വിഗ്രഹങ്ങൾ ഇവിടെ ഉണ്ടായാലും പ്രമാണിമാർക്ക് പ്രാർത്ഥിക്കാമല്ലോ. അവർക്ക് വിഗ്രഹങ്ങൾ മാത്രം മതി. നാളെ തന്നെ വിഗ്രഹ കൈമാറ്റം നടക്കും. ഈ ക്ഷേത്രത്തെ നശിപ്പിക്കാൻ ആരൊക്കെയോ ശ്രമിക്കുന്നു. അതിന് കൊച്ചുവൈദ്യനും കൂട്ടുനിൽക്കുന്നു. ആരാധിക്കാൻ നൽകുന്നു, അത്രയുള്ളൂ. ഇത് ചതിയാ കൊച്ചുവൈദ്യരെ. വിഗ്രഹങ്ങൾ കൈമാറാൻ ഞങ്ങൾ നാട്ടുകാർ സമ്മതിക്കില്ല. ഇക്കാര്യത്തിൽ ആരുടെയും അനുവാദം വേണ്ട. വിഗ്രഹങ്ങൾ ഈ ദേശം കടന്നുപോയിരിക്കും. അന്ന് ഈ ദേശക്കാരുടെ നാശമാ. അമ്മേ, മഹാമായേ, നീ തന്നെ ഒരു വഴി കാണണേ. ഒത്തിരി കാത്തിരുന്നിട്ടാണെങ്കിലും വിഗ്രഹങ്ങൾ കടത്താൻ എനിക്ക് കഴിഞ്ഞു. ഇനി കുര്യൻവിള ക്ഷേത്രത്തിൽ പൂജയും വഴിപാടും ഇല്ല. എനിക്ക് അത് മതി. എപ്പോ ആവശ്യപ്പെട്ടാലും തിരികെ നൽകാമെന്ന കരാറിലല്ലേ വിഗ്രഹങ്ങൾ കൈമാറിയത്? ആ സ്ഥിതിക്ക് വിഗ്രഹങ്ങൾ തിരികെ എത്തിയാൽ വരില്ല. വിഗ്രഹങ്ങൾ എന്നേക്കുമായി ദേശാടർത്തി നടത്തിയതാ. എല്ലാം എന്റെ ബുദ്ധി. ഇനി ആ മണ്ണും എന്റെ കാൽച്ചുമട്ടിൽ. കൊടും ചതിയാണ് നിങ്ങൾ ചെയ്തത്. അതെ, ആഗ്രഹിക്കുന്ന ലക്ഷ്യത്തിലെത്താൻ വെളുത്തേടൻ മാർഗത്തിലെ
തടസ്സങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഇതേ തന്ത്രമായിരിക്കും അങ്ങ് നമ്മുടെ കാര്യത്തിൽ പ്രയോഗിച്ചത്. ലക്ഷ്മി, മീനാക്ഷി കുഞ്ഞാ വന്നത്. മോളെ, കുഞ്ഞിന്റെ ഭർത്താവുണ്ട്. ജയന്ത, അകത്തേക്ക് ഇരിക്കാൻ മോനെ. നിങ്ങളുടെ മോളെ ഏൽപ്പിച്ചിട്ട് പോകാൻ. അതിനിപ്പോ എന്താ ഉണ്ടായത്? മീനാക്ഷിയെ ഞാൻ വിവാഹം കഴിച്ചിട്ട് വർഷം 1 കഴിഞ്ഞു. ഇന്നേവരെ എന്നോട് അക്ഷരം മിണ്ടിയിട്ടില്ല. ഇങ്ങനൊരു ഭാര്യ എനിക്കെതിരാ. എന്റെ പണവും സമ്പത്തും കണ്ട് ചിത്തഭ്രമുള്ളൊരു പെണ്ണിനെ എന്റെ ശിരത്തിൽ ചാത്തിത്തന്നതല്ലേ. ഇനി മീനാക്ഷിയെ ഭാര്യയായി എനിക്ക് വേണ്ട. അങ്ങനെ എളുപ്പം അവസാനിപ്പിക്കാവുന്നതാണോ വിവാഹബന്ധം? ഇല്ലെങ്കിൽ പറയാ. ആരാ ആരാ നന്ദൻ? മിക്കപ്പോഴും മീനാക്ഷി ഉറക്കത്തിന് വിളിച്ചു പറയുന്നത് ആ പേരാ. അത് പിന്നെ അത് എല്ലാം ഞാൻ പറയാം. ജയന്ത വരൂ. വരാൻ. മോളെ, ഇങ്ങനെ ജീവിക്കാൻ എനിക്ക് വയ്യമ്മേ. ഞാൻ പോവില്ല. മോളെ, വികൃതനായ ഒരാളുടെ ഭാര്യയായത് അച്ഛനോട് പക തീർക്കാന. ആത്മഹത്യ ചെയ്യാതെ എപ്പോഴും ജീവിച്ചിരിക്കുന്നത് എന്റെ നന്ദനെ ഒന്ന് കാണാന്. മരിച്ചുപോയി നന്ദൻ എങ്ങനെ വരാനാ? അമ്മ എന്താ പറഞ്ഞത്? നന്ദൻ മരിച്ചെന്നോ? ഇല്ല, നന്ദ മരിച്ചിട്ടില്ല. വരും, എന്നെ കാണാൻ വരും. വരില്ല. നന്ദനെ വെട്ടി നുറുക്കി പുഴയിൽ എറിഞ്ഞത് ഞാൻ കണ്ടതല്ലേ. നീ ഓടിയാൽ എവിടം വരെ ഓടും? എന്നെ ഒന്നും ചെയ്യരുത്, പോകാൻ അനുവദിക്കണം. നീ അങ്ങനെ അങ്ങ് പോയാൽ ഞങ്ങളുടെ ആഗ്രഹങ്ങൾ എങ്ങനെ സാധിക്കും? വാടി ഇങ്ങോട്ട്. എന്താ എന്താ ഇവിടെ? ഏതായി പെൺകുട്ടി? അതെന്തിനാ നീ അറിയുന്നത്? അയ്യോ അയ്യോ, സർപ്പം. സർപ്പമോ? എന്നിട്ട് ഞാൻ കാണുന്നില്ലല്ലോ. അങ്ങ് ഇപ്പൊ വരാതിരുന്നെങ്കിൽ. എന്റെ ആഗമനം കൊണ്ടല്ല ആവാസന്മാർ പോയത്, പരദേവതമാരുടെ ശക്തി കൊണ്ടാ. ഇവിടെ ദേവതകളൊന്നുമില്ല, എല്ലാം അയൽദേശത്താ. എന്താ എന്താ പറഞ്ഞത്? പറഞ്ഞത് നേരാ. കൊച്ചു വൈദ്യൻ വിഗ്രഹങ്ങളൊക്കെ അയൽ പ്രമാണിമാർക്ക് കൊടുത്തു. നാളുകളേറെയായി ഇവിടെ പൂജയും വഴിപാടും ഒന്നുമില്ല. എന്നാലും ദേവീ ചൈതന്യമുണ്ട്. അതുകൊണ്ട് വിഗ്രഹങ്ങളില്ലാതെ തന്നെ പൂജാതി കർമ്മങ്ങൾ തുടരുന്നു. എന്നാൽ ഞാൻ ഈ തിരുനടയിൽ പൊങ്കാല അർപ്പിച്ചോട്ടെ? ആയിക്കോട്ടെ. അന്യമതത്തിൽപ്പെട്ട ഞാൻ പൊങ്കാല അർപ്പിച്ചാൽ? കുര്യനുള്ള അമ്മയ്ക്ക് ജാതിയും മതവും ഒന്നുമില്ല. ഏത് മതത്തിൽപ്പെട്ടവർക്കും വരാം. മനുഷ്യന്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന ദേവിക്ക് എന്തു മതം? എങ്കിൽ ഞാനും ഉണ്ടാകും. ദേവി സർവേശ്വരി. ഇങ്ങനെയൊന്നും കാണാനും കേൾക്കാനുമില്ല ഞാൻ എത്തിയത്. താങ്കൾ ആരാ? ഏത് ദേശത്തു നിന്ന് വരുന്നു? ഇതിനുമുമ്പ് ഇവിടെയും കണ്ടിട്ടില്ല. ഞാൻ മരിച്ചു എന്ന് നീയും കരുതിയല്ലേ? മരിച്ചിട്ടില്ല. ഞാനാ നന്ദൻ. നന്ദനോ? എന്റെ ചങ്ങാതി നന്ദനോ? എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നന്ദ, ഇത്രയും കാലം നീ അവിടെ ആയിരുന്നടാ. പറയാം. അതിനു മുമ്പ് എനിക്കെന്റെ മീനാക്ഷിയെ കാണണം. അവൾ ഇപ്പോഴും എന്നെയും കാത്തിരിക്കുകയാവും. എന്നെ ഓർത്ത് ഒത്തിരി കരഞ്ഞിട്ടുണ്ടാവും. ഈ മഞ്ഞച്ചരട് ഈ തിരുനടയിൽ വെച്ച് ഒഴിഞ്ഞിട്ട് വേണം
മീനാക്ഷിയുടെ കഴുത്തിൽ എണീക്കാൻ. എന്നിട്ട് വേണം ആ വെള്ളുത്തേടനോട് എനിക്ക് കണക്ക് തീർക്കാൻ. അങ്ങനെന്തിനാ കരയുന്നേ? മീനാക്ഷിയുടെ വിവാഹം കഴിഞ്ഞു. മീനാക്ഷിയുടെ വിവാഹം കഴിഞ്ഞെന്നോ? അതവരാ മീനാക്ഷി ഭർത്താവ്. വിഗ്രഹമില്ലെങ്കിലും മീനാക്ഷി ക്ഷേത്രത്തിൽ വരാറുണ്ടല്ലോ. ദൈവം മനസ്സിലാ. ഇതാരാ താലിച്ചരട് എവിടെ ഉപേക്ഷിച്ചു പോയത്? സ്നേഹമില്ലെങ്കിൽ പിന്നെ എന്തിനാ താലിച്ചരട്? മീനാക്ഷി, ഇതെന്റെ ചങ്ങാതിയ നന്ദൻ. മീനാക്ഷിക്ക് എന്നോട് സുഖമാണോ എന്ന് ചോദിക്കാമായിരുന്നു. എന്തിനാ ഞാൻ തിരിച്ചു വന്നത്? മടങ്ങുന്നു, വന്നിടത്തേക്ക് തന്നെ. ഇല്ല, നിന്നെ ഞാൻ വിടില്ല. ഇനി നീ ഈ നാട്ടിൽ വേണം. ഈ ക്ഷേത്രത്തിന്റെ അവസ്ഥ മാറ്റാൻ, ഇവിടെ മന്ത്രോച്ചാരണങ്ങൾ മുഴങ്ങാൻ നീ ഇവിടെ ഉണ്ടാകണം. നിനക്ക് വെളുത്തേടനോട് പകരം ചോദിക്കണ്ടേ? വേണം. തിരിച്ചു കൊണ്ടുവരും ഞാൻ നഷ്ടപ്പെട്ടു പോയ ഈ നാടിന്റെ ഐശ്വര്യം. കുര്യൻപിള്ള അമ്മയാണ് സത്യം. இந்த ராத்திரியில நமக்கு இங்க தங்கலாம். எல்லாம் தலைவர் சொன்ன மாதிரி. மழை இல்லன்னா சோகம். பேசிட்டு நிக்காத போய் கஞ்சி உண்டாக்க பாடி. என்ன ஆனாலும் நான் குளிச்சிட்டு வரேன். காலையில தமிழ்நாட்டுக்கு போகலாம், அப்புறம் கொஞ்ச காலம் அங்க தங்கலாம். என்ன என்ன என்னடி அங்க ஒரு சவம். சவமா? அப்படின்னா இங்க தங்க வேண்டாம், போடலாம். டாய், ஒன்னு போய் பாக்குறதுக்கு என்ன தப்பு? ஐயோ, இந்த சவம் எதுக்கு இங்க கொண்டு வந்தீங்க? நம்ம தப்பு பண்ண மாதிரி ஆயிடுமே. இது அங்கேயே போட்டுட்டு வந்திருக்கலாம்ல. பாரு பாரு, அங்க ஒரு வெட்டம். யாரும் இந்த பக்கம் வராங்க, நமக்கு போயிடலாம். அம்மா அம்மா. ஐயோ,
ஐயோ, கடவுளே, இவன் சாவலையே. நம்ம இவனை தூக்கிட்டு போற நம்ம வேலை சிகிச்சை தானே, நாட சிகிச்சை. நமக்கு இவனை காப்பாத்தலாம். எடு. പരദേവതമാരുടെ അനുഗ്രഹവും നല്ലവരായ നാടവൈദ്യന്മാരുടെ ദയം കൊണ്ടാ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ബോധമില്ലാതെ എത്ര ദിവസം മൗനമായി ഞാൻ ഉരുവിട്ടത് കുര്യൻപിള്ള ദേവിമാരെയാ. നിന്റെ തിരിച്ചുവരവിൽ അത്ഭുതമാ തോന്നുന്നത്. എന്നെ കൊത്തി നുറുക്കി പുഴയിലെറിഞ്ഞപ്പോ ആ വെളുത്തേടൻ കരുതിയിട്ടുണ്ടാകില്ല ഞാൻ തിരികെ എത്തുമെന്ന്. നാലാളറിയ മീനാക്ഷി വിവാഹം കഴിപ്പിച്ചു തരാമെന്ന് പറഞ്ഞപ്പോ ഞാൻ അയാളുടെ ഉള്ളു കണ്ടില്ല. ഇപ്പോൾ എന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് കുര്യൻപിള്ള ക്ഷേത്രത്തിന്റെ ദുർഗതിയാ. കൊച്ചുവൈദ്യന് എങ്ങനെ മനസ്സുണ്ടായി വിഗ്രഹങ്ങൾ കൈമാറാൻ? ചികിത്സയിലൂടെ പണം സമ്പാദിക്കാൻ കൊതിച്ച നിങ്ങൾ ദൈവത്തെ മറന്നു. നന്ദൻ ഒന്നും അറിഞ്ഞുകൊണ്ടായിരുന്നില്ല. പ്രമാണിമാരുടെ തിടുക്കവും വെളുത്തേടിന്റെ പിൻബലവും കൂടിയായപ്പോ ചെയ്തു പോയി. എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം, എനിക്ക് പ്രായച്ചിത്തം ചെയ്യണം. ഞാൻ വല്ലാത്തൊരു മാനസിക വിഭ്രാന്തിയില്ല. ചികിത്സാവിധികളൊക്കെ മറന്നു പോകുന്നത് പോലെ. അച്ഛൻ പഠിപ്പിച്ചതെല്ലാം ഓർമ്മയിൽ വരുന്നില്ല. താളിയോലയിലെ അക്ഷരങ്ങൾ മാഞ്ഞു തുടങ്ങിയിരിക്കുന്നു. കൊച്ചുവൈദ്യരെ,